ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് ഒരു സിനിമ വരാൻ പോകുന്നു. അതെ, മലയാളത്തിന്റെ മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് ഒരു സിനിമ വരാൻ പോകുന്നു. ആ സിനിമ ഏതാണെന്ന് കേട്ടാൽ അതെ, നമ്മുടെ ലൂസിഫറിന്റെ രണ്ടാം പതിപ്പായ എമ്പുരാനിലാണ് ഇവർ ഒരുമിച്ച് വരാൻ പോകുന്നുവെന്ന് ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു മീഡിയയിൽ കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഈവൻ മമ്മൂക്ക ചെയ്യുന്ന റോൾ ഏതാന്ന് പോലും അവർ എക്സ്ക്ലൂസീവായിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്നും രഹസ്യമായിട്ട് കിട്ടിയ ഒരു വിവരമാണെന്നൊക്കെയുള്ള രീതിയിൽ ഈ ഒരു സംഭവമൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ എന്തായാലും ആ ഒരു വാർത്ത ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിനു മുമ്പ് 16 വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടനും മമ്മൂക്കിയും ഒരുമിച്ച് അഭിനയിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം വരാൻ പോകുന്നത്. അപ്പം ഈ അടുത്ത് അവർ ഫേസ്ബുക്കിൽ ആന്റണി പെരുമ്പാവൂർ ഇട്ട ആ ഒരു സംഭവത്തിൽ മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി അത് ഇതാണോ എന്നുള്ളൊരു സംശയവും ഇപ്പം ജനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും മെഗാ എമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വാർത്തയുടെ തലക്കെട്ട് വന്നിരിക്കുന്നത്. ലൂസിഫർ റിലീസ് ചെയ്ത മാർച്ച് 28-ന് എമ്പുരാൻ റിലീസ് ചെയ്യും എന്നും ഈ ഒരു ഓൺലൈൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ലൂസിഫർ റിലീസ് ചെയ്ത മാർച്ച് 28-ന് തന്നെ എമ്പുരാൻ, അതായത് ആ ഒരു ഡേറ്റ് തന്നെയാണ് കൺഫേം ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ 16 വർഷത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. സോ എന്തായാലും ഡീറ്റെയിൽഡ് വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, മോഹൻലാൽ നായകനാവുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ഒരു ഇടിവെട്ട് കഥാപാത്രത്തെ. അത് പിന്നെ പറയാനുണ്ടോ, ലാലേട്ടനും മമ്മൂക്കിയും ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരെ ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഒരു ചെറിയ മൊമെന്റ് കിട്ടിയാൽ തന്നെ മലയാളികൾക്ക് അത് ആഘോഷമാണ്. സോ ഈവൻ അപ്പോൾ ഇങ്ങനൊരു വലിയൊരു സിനിമയിൽ ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഇത് വരുന്ന അറിയുമ്പോൾ തന്നെ ആരാധകർക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം വളരെ അധികമായിരിക്കും. സോ ഇടിവെട്ട് കഥാപാത്രത്തെ എന്നാണ് പറയുന്നത്. ലൂസിഫറിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഗോഡ് ഫാദർ സെയ്ദ് മസൂദിന്റെ ലൂസിഫറിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഗോഡ് ഫാദർ സെയ്ദ് മസൂദിന്റെ പിതാവിന്റെ വേഷമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ഗോഡ് ഫാദറിന്റെ ഒരു വേഷമാണെന്ന് തോന്നുന്നു. സെയ്ദ് മസൂദിന്റെ ഗോഡ് ഫാദർ ആണല്ലോ ലാലേട്ടൻ, അല്ലേ? പൃഥ്വിരാജിന്റെ അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പം പുള്ളിയുടെ ഫാദർ, ഓക്കെ, അങ്ങനെ ആയിരിക്കാം. സോ അതാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഭയങ്കര എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്രയും കടുകട്ടിയായിട്ടുള്ള ഒരു സാധനം എങ്ങനെ ലീക്കായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ എന്റെ ശരിയാവില്ല എന്നറിയാം. എമ്പുരാനിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നതാണ് വിവരം. മമ്മൂട്ടിയുടെ രംഗങ്ങൾ അതീവ രഹസ്യമായാണ് ചിത്രീകരിച്ചത്. ചാമ്പി ഇല്ലേ മച്ചാമാരെ? ഓക്കെ, ഇത് ശരിയാണെങ്കിൽ എമ്പുരാനിൽ മമ്മൂട്ടി കൂടി എത്തിയതോടെ ഇരു താരങ്ങളുടെയും ആരാധകർ വാനോളം പ്രതീക്ഷയിലാണ്. ഉറപ്പായിട്ടും ഞാൻ അടക്കം. എമ്പുരാന്റെ അടുത്ത ദിവസത്തെ ചിത്രീകരണത്തിൽ മമ്മൂട്ടി പങ്കെടുക്കുന്നുണ്ട് എന്നാണ് വിവരം. 2020 ശേഷം മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് എമ്പുരാൻ. കൊച്ചിയിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന എമ്പുരാന് ഇനി ദുബായിലും അബുദാബിയിലും ചിത്രീകരണമുണ്ട്. ഇതോടെ എമ്പുരാൻ പൂർത്തിയാകും. മാർച്ച് 28-ന് എമ്പുരാൻ റിലീസ് ചെയ്യാനാണ് തീരുമാനം. 2019 മാർച്ച് 28-നായിരുന്നു ലൂസിഫർ റിലീസ് ചെയ്തത്. സോ എന്തായാലും അടിപൊളിയായിട്ട് ഈ ഒരു വാർത്ത വന്നിരിക്കുകയാണ്. സോ വാർത്ത കേട്ടപ്പോൾ തൊട്ട് ഞാൻ കുറച്ച് ക്യൂരിയസ് ആണ്. ബിക്കോസ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്നു, അതിൽ പൃഥ്വിരാജ് സംവിധായകനാവുന്നു. ഏതാല്ലേ ആ ഒരു വൈബ് നിങ്ങൾ ആലോചിക്കുക. ഏതാണ് ഒരു കിട്ടില്ലൊരു സാധനം എന്നുള്ള രീതിയിലായിരിക്കും പടം. ആ ഒരു സീനും കാര്യങ്ങളൊക്കെ വരിക. പടത്തിനെ പറ്റി നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. സോ ഒബ്വിയസ്ലി എല്ലാവരും ലൂസിഫർ എന്ന് പറയുന്ന ആ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ശേഷം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രം തന്നെയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. എമ്പുരാനിൽ പ്രതീക്ഷ അർപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്. ഇവൻ അതിന്റെ ഒരു മേക്കിംഗ് അതൊരു വേറെ ലെവൽ സംഭവം തന്നെയായിട്ടാണ് പൃഥ്വിരാജ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ഡയറക്ടറുടെ പേര് ഒന്നാമത്, പിന്നെ റൈറ്റർ മുരളി ഗോപി, അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഒരു വേറെ നറേറ്റീവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകന്റെ അടുത്ത് എത്തിയപ്പോൾ കിട്ടിയ ഒരു സിനിമ വളരെ മികച്ചൊരു സിനിമയാണ്. സോ ഒബ്വിയസ്ലി ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ, പിന്നെ ടൊവിനോ തോമസ്, എല്ലാവരും ഈ ഒരു സിനിമയിൽ ഉണ്ട്. അവരുടെയൊക്കെ ഇമ്പോർട്ടൻറ്റ് റോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു കിടിലൻ പടം തന്നെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. സോ നിങ്ങൾ എമ്പുരാന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന വരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കുക ഗൈസ്.